ഹായ് മക്കേഴ്സ്, ഇറ്റ്സ് മി ചിന്നു വിച്ചൂസ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടിക്കുന്നില്ല. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും സ്നേഹവും ഒക്കെ വേണം കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. എൻ്റെ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ അത്രയും ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ എടുത്തേക്കുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ ലിപ് ബാം ആണ് ഇടാറ്. അപ്പം അത് ഏതാണെന്ന് വെച്ചാൽ ഫേസസ് കാനഡയുടെ റോസ് എന്ന് പറയുന്ന ലിപ് ബാം ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം തീരാറായി. കുറേ മാസങ്ങളായി ഞാൻ ഇത് വാങ്ങിച്ചിട്ട് അപ്പം ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാം ആണ് ഇത്. പർപ്പിളിനാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ മാഴ്സിൻ്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് ആണ് കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലൊന്നാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. 03 റോസ് വുഡ് ഡ്രിപ്പ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം ഇത് അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. പർപ്പിൾ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണിത്. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഫോണിൽ നോക്കി ഇടുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം ഗസ്. കണ്ടോ ഇപ്പോൾ ഒരു ഗ്ലോ ഇല്ലേ? ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഗുണം ഇതാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഗ്ലോ ആണ്. ഇപ്പം നമുക്ക് ഈ ഗ്ലോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് തുടച്ച് കളയാം. ഞാനൊരു പേപ്പർ നോക്കിയിട്ട് വരാം. അപ്പം നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലോ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കുക. കണ്ട ആ ഒരു ടിൻറ്റ് നമ്മുടെ ചുണ്ടിലുണ്ടായിരിക്കും. ഇപ്പം ഇത് ഞാൻ മസ്റ്റായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ല എന്നാൽ ചുണ്ടിന് കുറച്ച് കളർ വേണം എന്ന് പറയുന്നവർക്ക് ഈ ലിപ്സ്റ്റിക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ ആണ് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ ലിപ്സ്റ്റിക് ആണ് എടുത്തേക്കുന്നത്. വെയ്റ്റ്ലെസ് ആണ്, ലിക്വിഡ് മാറ്റ് ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഇതും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് തോന്നുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. പക്ഷെ നല്ല കളറാണ്, എവിടെ നിന്നാലും നമ്മളെ അറിയും. അപ്പം നമുക്കിതിട്ട് കാണിക്കാം. നല്ല കളറാണ് കേട്ടോ. ഇതൊരു മെറൂണാണെന്ന് തോന്നുന്നു. മെറൂൺ ഷെയ്ഡ്. മുടി ഞാൻ താഴെ ഇത് മാത്രം ഇട്ട് കാണിക്കുന്നതായിരിക്കും നല്ലേ. അത് മേളിലിടണം. അല്ലെ മേളിലും കൂടി ഇടാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ. ഇതൊരു മെറൂൺ ഷെയ്ഡാണ് തോന്നുന്നു. മെറൂണാണ് കേട്ടോ. കൊള്ളാം. ഇതിൻ്റെ ഷെയ്ഡ് ഇതിനകത്ത് ഇല്ല കേട്ടോ. ഷെയ്ഡ് കാണാനും വയ്യ, ഇതിലറിയാൻ വയ്യ ഗൈസ്. ഇത് കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷേ ഇതിൻ്റെ ഷെയ്ഡൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഈ ഷെയ്ഡ് വന്നിട്ട് ഹൈപ്പർ സ്റ്റേ. നമ്മൾ എവിടെ നിന്നാലും നമ്മളെ തിരിച്ചറിയും. ഓക്കെ, കാണാമോ നിങ്ങൾക്ക്? കാണാമോ? അപ്പം ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. വേണ്ടുന്നവർ അടുത്ത ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് കാണണ്ടേ? അടുത്ത ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് മേബിലിൻ്റെ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ നല്ലതാണ്. ഇതൊരു ഏകദേശം ഞാൻ ഇട്ട് കാണിക്കാം. അത്ര ലോങ് ലാസ്റ്റിക് ഒന്നും അല്ല. ഒരു ബ്രൗൺ ആണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഉണ്ടോ? എൻ്റെ സ്കിന്നിന് ഇതത്ര അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. കണ്ടോ? ഞാനെല്ലാം മുറുകെ തുപ്പതില്ലയോ അതുപോലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കരിയിലക്കിളി. ഈ സമയമാകുമ്പോൾ എപ്പോഴും കാണും ഇവിടെ ഈ കരിയിലക്കിളി.
നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, ഇത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഇത് ഇതിൻ്റെ പേരൊക്കെ ഇനി എല്ലാം മാഞ്ഞു പോയല്ലോ. യോ ഏതാ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ പേര് നാളുമൊക്കെ അങ്ങ് പോയി കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തുകൊണ്ട് വന്നതാണ്. എൻ്റെ പേര് എൻവൈബയുടെ ആണ് കേട്ടോ. എൻവൈബയുടെ വെൽവെറ്റ് മൗസസ് ലിപ്സ്റ്റിക് ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും ഇടുന്നത് ഇതാണ്, എപ്പോഴും കൂടെ കൊണ്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് 02 ആണ്. എന്തോ ബഡാസ്ബെറീസ് അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത്. 02 ആണ് കേട്ടോ. കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഇതിട്ടാൽ പിന്നെ കണ്ണും എഴുതണ്ട, പൊട്ടും കുത്തണ്ട, ഒന്നും ചെയ്യണ്ട. അമ്മാതിരി ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഷെയ്ഡ് തന്നെയാണിത്. എവിടെ പോയാലും എടുത്ത് നിൽക്കും. അപ്പോൾ ഞാൻ ഇതിട്ട് കാണിക്കാം. എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഞാൻ ഇതാണ് ഇടുന്നത് കേട്ടോ. തീരാറായി. ഇതൊരു എന്താ പറയുക, മെറൂണും റെഡും കൂടെ ചേർന്ന ഒരു കലർന്ന കളറാണ് കേട്ടോ. പക്ഷേ അടിപൊളി കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷേ ഇട്ട അടിപൊളി. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഞാൻ ഇവിടെ ഏതോ ഒരു കടയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ പേര് നാളൊന്നും ഇല്ല, എല്ലാം പോയി. പിന്നെ ബ്രാൻഡിൻ്റെ ഒന്നും അല്ല, സാധാ ആണ് കേട്ടോ. ഞാൻ ചേച്ചി എല്ലാം പോയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അപ്പം നിങ്ങൾ വേണ്ടുന്നവർ യൂസ് ചെയ്യുക, ചെയ്യാതിരിക്കുക. അപ്പം ഇന്നത്രേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.